അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആഷി ഉസ്താദും സഫീറും അതെ അവർ ഓരോ കഥകൾ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആഷി ഉസ്താദിനോട് സഫീർ തൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം തുറന്നു പറയുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ അവർ ആ തണുപ്പുള്ള ദിവസം ആ മരച്ചുവട്ടിൽ ഇരിക്കുന്നു. രണ്ടുപേരും വാഹനം പാർക്ക് ചെയ്ത് കുറച്ചപ്പുറത്തായിട്ട് ഇരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം പറയുകയാണ്. അല്ല സഫീർ, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നലൊക്കെ? അത് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഒരുപാട് സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥമായൊരു ജീവിതം അതാരും ജീവിക്കണില്ല അവിടെ. ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ ജീവിച്ച് എനിക്ക് തോന്നി എന്തിനാണിത് ദുനിയാവിൽ കുറേ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. പക്ഷേ വഞ്ചനയും ചതിയും കള്ളവും അത് കുറച്ച് കൂടുതലായി പോകുന്നുണ്ട്. സത്യം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ആഷി ഉസ്താദേ, എൻ്റെ ഏട്ടത്തി ഉമ്മ, അതായത് എൻ്റെ മൂത്തച്ചി എന്ന് പറഞ്ഞ എൻ്റെ ജസീറിൻ്റെ ഭാര്യ, സത്യം പറഞ്ഞാൽ അവളുടെ നല്ല രീതിയിലുള്ള വിവാഹം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. വളരെയധികം പരിതാപകരമായ അവസ്ഥയായിരുന്നു അവളുടേത്. അതെ, കല്യാണം കഴിഞ്ഞ ആ രാത്രി തന്നെ അവൾ ആ തണുപ്പിൽ പുറത്ത് ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ശരിക്കും അന്ന് ഞാൻ ജിമ്മ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ ചോദിച്ചു പോയി. പിന്നീട് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്വഭാവം എനിക്കറിയാം. പക്ഷേ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒന്ന് നന്നാവുമെന്ന് വിചാരിച്ചു. എന്നാൽ അവൾ അത്രക്കും പരിതാപകരമായൊരു അവസ്ഥയിൽ, അതും വീട്ടിലേക്ക് പോലും പോകാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പരാതിയില്ലാതെ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു. പിന്നെ റിസോർട്ടിലേക്ക് ഹണിമൂൺ ആഘോഷിക്കുവാൻ വേണ്ടി അവർ പോയപ്പോഴും കണ്ട കാഴ്ച വളരെയധികം സങ്കടകരമായ കാഴ്ചയായിരുന്നു. എനിക്ക് തന്നെ സങ്കടം തോന്നി. പിന്നെ എങ്ങനെ അവൾക്ക് ഇല്ലാതിരിക്കോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അതെ അവൾ എങ്ങനെയെങ്കിലും അവളിലൂടെ ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നീട് അതും ഭാര്യയാക്കാനല്ല, ഒരു പേരിന് വേണ്ടി മാത്രം, അതാരൊക്കെയോ ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒരിക്കലുമല്ല. അത് കഴിഞ്ഞാൽ പിന്നീട് അതില്ല. പിന്നെ ഭാര്യസ്ഥാനമില്ല. അയാൾക്കൊരു കുഞ്ഞിനെ ആവശ്യം. അത് എൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ട് ഞാൻ പറയല്ല. തെറ്റ് കണ്ടാൽ അത് ആരായാലും പറയണമല്ലോ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഹാദിയ, എൻ്റെ ഇത്താത്ത, എനിക്കവരോട് സ്നേഹമാണ്, ബഹുമാനമാണ്. പാവം ഒരുപാട് വേദനകൾ സഹിച്ചു, ഒരുപാട് കഷ്ടതകൾ സഹിച്ചു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജസീർ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എല്ലാം കൂടി ഓർത്തപ്പോൾ ആരുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിലായിരുന്നു. എങ്കിലും അവർ ക്ഷമിച്ചതാണ്. എന്നാൽ ലാസ്റ്റ് അന്നും അവർ തമ്മിൽ ഒരു മൽപ്പിടുത്തമുണ്ടായി എന്ന് മാത്രമല്ല, അതെ ഇക്കാക്ക ഇത്താത്തയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകലും അവരുടെ കൈയറിയാതെ മുഖത്ത് തട്ടലും, അതിൻ്റെ പേരിൽ അവൾ എന്നെ തല്ലി എന്ന പേരിൽ ഉമ്മയോട് പറയലും, ഉമ്മ ചീത്ത പറയലും. നാണമില്ലല്ലോ ആണുങ്ങളുടെ മുഖത്ത് കൈവെക്കാൻ? ആഹാ, നീ ഇത്രക്കും നല്ല ആളാണല്ലോ, നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആഹാ ഉമ്മ, അത് ഞാനൊരിക്കലും, ഇനി ഒന്നും മിണ്ടണ്ട. ആണുങ്ങളെ തല്ലാൻ മാത്രം വളർന്ന് നീ ഒരിക്കലും പുളിക്കൽ തറവാടിന് ചേർന്നതല്ല. കൊണ്ടാക്കടാ അവളെ. അങ്ങനെയായിരുന്നു ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. എന്നാൽ അതിൽ ഞാൻ ഇടപെടാൻ നോക്കിയപ്പോഴും അവരതിന് സമ്മതിച്ചില്ല. നീ നിൻ്റെ പാട്ടിന് പോ ഉമ്മ, അവൾക്ക് അവനോട് എന്തൊരു ക്രഷുണ്ട്, അതാണ്. അല്ലാതെ ഓല് തമ്മിൽ ഒന്നുമല്ല. എനിക്കെൻ്റെ ജ്യേഷ്ഠത്തി ആണ് അവൾ, അല്ലാതെ വേറൊന്നുമല്ല. പ്രായം കൊണ്ട് എൻ്റെ ചെറുതാണെങ്കിലും അവൾ എൻ്റെ ജ്യേഷ്ഠത്തിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് അവളുടെ കാര്യത്തിൽ എനിക്കുണ്ട് കുറച്ച് സ്വാതന്ത്ര്യം പറയാനൊക്കെ. ഉമ്മ, ഒരിക്കലും അവർ ചെയ്തത് അങ്ങനത്തെ തെറ്റായിട്ട് അവരൊന്നും ചെയ്തില്ല. നിങ്ങളൊക്കെയാണ് തെറ്റ് ചെയ്തത്. ഞാൻ അവരുടെ മുമ്പിൽ നന്നായി പ്രതികരിച്ചു. ശരിക്കും ആഷി ഉസ്താദേ, ഞാൻ വല്ലാതെ പ്രതികരിച്ചെന്ന് മാത്രമല്ല, അവർക്ക് എന്നോട് വെറുപ്പായി. എന്നെ തല്ലാൻ വരെ എൻ്റെ ജ്യേഷ്ഠൻ ഓങ്ങി. അത് തല്ലി. പക്ഷെ ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല, കാരണം എൻ്റെ ജ്യേഷ്ഠനല്ലേ. പക്ഷെ എൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടപ്പോൾ ഞാനത് പറഞ്ഞു. അത് പറയൽ എൻ്റെ കടമയാണെന്ന് തോന്നി. ഒരു പെണ്ണിനെ എത്രയധികം കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അവളുടെ വീട്ടിലേക്ക് അവൻ കൊണ്ടാക്കി. അതാണ് ഉണ്ടായത്. പക്ഷേ എനിക്കത് സഹിച്ചില്ല. എനിക്ക് വല്ലാത്ത വിഷമായി. ഒരു കാരണമില്ലാതെ ഒരു പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആണിന് ചേർന്നതാണോ? ഒരിക്കലും അല്ല. ഞാൻ നേരെ ചെന്നു. അന്നല്ല, പിറ്റേ ദിവസം
അതെ, ഞാൻ ചെന്നിട്ട് അവൾ അത്ര അത്യധികം അവളുടെ മാനസികാവസ്ഥ പാടെ അങ്ങ് തളർന്നു പോയിരുന്നു. അവൾക്കൊന്നിനും എന്ത് ചെയ്യാൻ, ഒരു പെണ്ണിൻ്റെ ജീവിതം അങ്ങനെ കേടുവരുത്തുക പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തൊരു പ്രയാസാണ്. ഒരു നിമിഷം ആഷി ഉസ്താദ് എല്ലാം കേട്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് സഫീർ. എന്നിട്ട് ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താ? ഉസ്താദേ, അവളിപ്പോൾ വീട്ടിലാണ്. അവളിപ്പോൾ കോളേജിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ല, ഇനിയും ജസീർ അവളെ ഉപദ്രവിക്കുമോ? അവളെ ഇനിയും തിരിച്ചു കൊണ്ടുപോകുമോ? അറിയില്ല. തിരിച്ചു കൊണ്ടുവരണമെന്നോ അങ്ങനെ എന്തൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷേ ഒരിക്കൽ പോലും പോകരുത്. അവളെ ഇനിയും അവന് കഷ്ടപ്പെടുത്തും, ഉറപ്പാണ്. കാരണം അവളിപ്പോൾ പഠിക്കാൻ പോകുന്നതും ഒന്നും പറ്റുന്നുണ്ടാവില്ല. ഏതായാലും പടച്ചറബ് കാക്കട്ടെ. ആഷി ഉസ്താദിന് ആകപ്പാടെ ടെൻഷനായി. റബ്ബേ, അല്ലാ, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവളെ വിളിക്കണം, വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം. അല്ലെങ്കിൽ അവളുടെ ഉപ്പാക്ക് വിളിക്കണം. ഇനിയൊരിക്കലും അവളെ പറഞ്ഞേക്കരുത് എന്ന് പറയണം. അല്ല സഫീർ, എന്താണ് നിൻ്റെ അഭിപ്രായം? അവൻ്റെ കൂടെ ഒരിക്കലും ആഷി വിടരുത്, വിടാൻ പാടില്ല. വിട്ട് കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാകും. സത്യം പറഞ്ഞാൽ അവളൊരു മാനസിക രോഗിയാകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു. കാരണം ആകപ്പാടെ ഡിപ്രഷൻ, ആകപ്പാടെ വിഷമം തലയിൽ കയറിയിട്ട് എന്തെന്നില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയി, ഡോക്ടറെ അടുത്ത്. കൗൺസിലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. അവൾ റെഡിയായി. പക്ഷേ അവൻ്റെ അരികിലേക്ക് ഇനിയും എത്തിക്കഴിഞ്ഞാൽ പക്ഷേ എന്തായാലും അവൾക്ക് വീണ്ടും മാനസിക സമ്മർദ്ദം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും വിടരുത്. ആഷി ഉസ്താദെ, നിങ്ങൾ അവരുടെ ഉപ്പയോടൊന്ന് വിളിച്ച് പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ ചോദിക്കും. പക്ഷേ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ തീർച്ചയായും ആ ഉപ്പാക്ക് നല്ലൊരിത് തോന്നും മകളെക്കുറിച്ച്. അങ്ങനെ അത് ഇൻഷാ അല്ലാ വിളിക്കട്ടെ. അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ അളിയനൊന്ന് വിളിക്കട്ടെ. നമുക്കെന്നാൽ റൂമിലേക്ക് പോകാം കേട്ടോ. സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ. പിന്നെ നാളെ ക്ലാസ് തുടങ്ങും കേട്ടോ. നാളെ നീ ജോയിൻ ആവണം. ഓക്കെ, ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഇനിയിപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സൊക്കെ ഞാനത് എടുത്തു തരാം, കുഴപ്പമില്ല. മാഷാ അല്ലാ. എന്തായാലും നമ്മളൊക്കെ പണ്ഡിതന്മാരായിട്ട് അറിവ് നേടിയിട്ട് നാട്ടിലേക്ക് എത്തുമ്പോൾ അതിന് പ്രത്യേക പവർ തന്നെയാണ്. അതെ, അറിവ് പഠിക്കണമല്ലോ, ചൈനയിൽ പോയിട്ടെങ്കിലും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മനസ്സ് തോന്നിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആഷി ഉസ്താദിന് പെട്ടെന്ന് ഹബീബ് ഉസ്താദിനെ വിളിക്കണമെന്ന് തോന്നി. അതെ, ആ യാത്രയിൽ തന്നെ അവർ വിളിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അളിയ, എന്തൊക്കെ? ഇന്നെവിടെ വീട്ടിലാണ്? അല്ലല്ല, ഇന്ന് വീട്ടിലല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. അല്ല, എന്താ ഷി ഈ സമയത്ത്? അല്ലേ, ഞാൻ ഹാദിയെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹാദിയ ഇപ്പോൾ ക്ലാസ്സിൽ വരുന്നുണ്ട്, ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. പഴയ രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട്. പഠിക്കാനൊക്കെ ഒന്നുകൂടെ പഴയതിനേക്കാൾ ഒന്നുകൂടെ മിടുക്കിയായിട്ടുണ്ട് കേട്ടോ. ആണോ? മാഷാ അല്ലാ. അല്ല, അവളുടെ ജീവിതത്തിൻ്റെ കാര്യം അറിയില്ല. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ വല്ലാതെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവളുടെ മനസ്സൊന്ന് മാറി വരട്ടെ എന്ന് വിചാരിച്ചിട്ടേ. ഓ അങ്ങനെ. അതല്ല, മറ്റോന് ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതല്ല, ഡൈവേഴ്സ് അതിനെക്കുറിച്ച് എന്തെങ്കിലും? അത് ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം കുട്ടിയൊന്ന് ആക്റ്റീവാക്കി എടുക്കട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. വേറെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഓ ഓക്കെ, അങ്ങനല്ലേ. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അത് ഹബീബ് ഉസ്താദിനോട് തുറന്ന് പറയാനും വയ്യ. എന്താ റബ്ബേ ഞാൻ ചെയ്യാം. ആഷിയുടെ മനസ്സിൽ ആ രാത്രി ആഷിക്ക് ഉറങ്ങുവാനേ കഴിയുന്നില്ല. ഹാദിയ പാവം, അവൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടില്ല. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഓരോ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദുരിതങ്ങൾ. അല്ലാ, ഒരു നിമിഷം ആഷി ഉസ്താദ് ആലോചിച്ചു പോയി. അവരുടെ ഉപ്പ എനിക്ക് വേണ്ടി വിവാഹം അന്വേഷിച്ചിരുന്നു. ഞാനൊരു നിമിഷം വിചാരിച്ചു, ഇപ്പോൾ കാര്യമായിട്ടൊരു ജോലി എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, കുറച്ച് പഠിക്കണം എന്നൊക്കെയായിരുന്നു എന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് അസ്തഗ്ഫിറുല്ലാ, അന്ന് തന്നെ പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നു. അവൾ 2 വർഷം കഴിഞ്ഞ് വന്നിട്ട് നിക്കാഹ് കഴിച്ചോളാന്ന്. അതൊന്നും ഞാൻ പറഞ്ഞതുമില്ല. റബ്ബേ, വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഹാദിയ, പ്ലീസ് പൊറുക്കണം മോളെ. എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ നേടണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിനന്ന് വിസമ്മതിച്ചു. സോറി, എൻ്റെ കാരണം കൊണ്ട് നീ ഒരുപാട് വിഷമം വേദന അനുഭവിച്ചുല്ലേ?
ഒരിക്കൽ പോലും ഞാൻ നിന്നെ അങ്ങനെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അതായത് എനിക്കല്പം സാമ്പത്തിക ശേഷിയൊക്കെ കുറവാണ്. പക്ഷെ അതിനേക്കാളും നിങ്ങൾ വലിയ അറക്കൽ തറവാട്ടുകാരല്ലേ, അതിനേക്കാളും വലിയ തറവാട്ടുകാർ, പുളിക്കൽ തറവാട്ടുകാർ നിങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുക പറഞ്ഞാൽ നിങ്ങളുടെ അന്തസ്സിനനുസരിച്ചുള്ള ആൾക്കാരല്ലേ അവർ, ഞങ്ങൾക്ക് പാവങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് പണക്കാരിയായൊരു പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ അല്പം ഭയമുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലെ മിതമായ സൗകര്യവും കാര്യങ്ങളൊന്നും നിങ്ങൾ പണക്കാരികളായ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു സത്യമായിട്ടും ഞാൻ അതിൽ നിന്ന് അപ്പോൾ പിന്മാറിയത് തന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റബ്ബേ, വേണ്ടില്ലായിരുന്നു അന്ന് തന്നെ ഒരു സമ്മതം മൂളിയാൽ ഒന്ന് ഉറപ്പിച്ചിടാമായിരുന്നു, ഒരു എൻഗേജ്മെൻറ്റെങ്കിലും എന്ന് കരുതിപ്പോയി റബ്ബേ. അതെ, ഞാനായിട്ടാണ് അന്ന് ആ ഒരു വിവാഹത്തിന് കൂട്ടു നിൽക്കാതിരുന്നത്. ഞാൻ വിചാരിച്ചു ഞങ്ങളൊന്നും പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ എനിക്കൊന്ന് ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹ് പുറത്തു തരണം റബ്ബേ. ഞാൻ മാത്രമാണ് ഒരു പെൺകുട്ടിയെ ജീവിതം നശിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ തന്നെയായാലും അവളെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്തായാലും. പക്ഷേ അവളുടെ ഭർത്താവ് ജസീർ സമ്മതിക്കും അറിയില്ലല്ലോ. അതെ, അവനൊരിക്കലും അത് പഠിച്ചോനെ നീ കാക്ക്. ആ രാത്രി ആശുസ്താദിന് ഉറക്കം കിട്ടുന്നേ ഇല്ല. ഒരുപാട് തിരിഞ്ഞു മറിഞ്ഞു കിടന്നു ദിക്റുകളെല്ലാം ചൊല്ലി. അതെ, സഫീർ നല്ല ഉറക്കത്തിലാണ്. സഫീർ ഉറങ്ങുന്നത് കാണുമ്പോൾ അവൻക്കും ഒരു നിമിഷം കൊതി തോന്നി. റബ്ബേ, പാവം, ഒരുപാട് കഷ്ടപ്പെട്ടു അവനും. എന്താ ചെയ്യുക, എൻ്റെ ഹാദിയെ രക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും മുന്നിലേക്ക് വന്നത് അവൻ തന്നെയാണ്. അവനാണ് സൈക്കാട്രിസ്റ്റിനെയൊക്കെ പോയി കാണിച്ചതും നല്ല രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് റെഡിയാക്കിയതും. എനിക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകണം തോന്നുന്നു റബ്ബേ. ഹാദിയെ ഒന്ന് കാണണം, അവളോടൊന്ന് സോറി പറയണം, അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആഷി ഉസ്താദ് അത് ഹാദിയെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഹാദി, ഒരിക്കലും നീ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ അള്ളാഹുവേ, എന്തൊക്കെ തന്നെയാലും ഹാദിയക്ക് നീ നല്ല സന്തോഷവും സമാധാനം നീ കൊടുക്ക് റഹ്മാനെ. ആഷി ഉസ്താദ് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ ജസീർ ആലോചിക്കുകയാണ്. നാളെ രാവിലെ തന്നെ പോകണം അവൾ കോളേജിൽ പോകുന്ന ആ ഒരു വഴിയിലേക്ക്. അവളിപ്പോൾ അങ്ങ് കോളേജ് കുമാരിയായി കഴിഞ്ഞു. അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോവുകയാണ്. എന്നാൽ അന്ന് ജസീർ രാവിലെ തന്നെ പുറപ്പെടുകയാണ്. പിറ്റേ ദിവസം അവൾ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ വീട്ടിലേക്കൊന്ന് പോകണം, അതായിരുന്നു ആഗ്രഹം. എന്നാൽ പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നു. ഹലോ, ജസീറെ, എന്തായി, നിങ്ങളെ പിണക്കൊക്കെ മാറിയോ? പിണക്കം അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. അതേതെല്ലാം നന്നായി. ചെറിയ പിണക്കങ്ങൾക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാലേ അതൊക്കെ പ്രശ്നമായി തീരുട്ടോ. പിന്നെ പ്രശ്നം വെച്ചാൽ പിന്നെ പോകാൻ കൂട്ടക്കൂല. അവിടെ നിർത്തിക്കോ, അവിടെ നിർത്തിനെ എന്താ. അത് ഇനിയിപ്പോൾ ഞാൻ വിളിച്ചാൽ അവൾ വരുമോ എനിക്കറിയില്ല. പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വരും അളിയാ. അതെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉള്ളത് വീട്ടുകാരെ എഴുതിട്ടോ. എൻ്റെ അമ്മോഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അയാളുടെ ചെവിയിലെങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് വെച്ചേക്കൂല. അന്ന് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കുറേ ക്യാഷൊക്കെ തന്നിക്കണ്, പിന്നെ സ്വീകരിച്ചൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും അങ്ങോട്ടൊരു ഗതി പിടിക്കണില്ല. എപ്പോഴും കടവും കള്ളിയായിട്ട് നടക്കുകയാണ്. എന്നാലും അന്ന് നീ തന്നത് ഒരുപാട് ഉപകാരമായിട്ടോ, ഞങ്ങളുടെ വീട് ജപ്തിയിൽ നിന്ന്. അതൊക്കെ ഓക്കെ, പക്ഷേ എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ എനിക്ക് ഹാദിയാനെ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരണം. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇനിയും നിങ്ങൾക്ക് പണം നൽകും. നിങ്ങൾ ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട. പണത്തിൻ്റെ കാര്യത്തിൽ നോ പ്രോബ്ലം. എന്തായാലും നിങ്ങൾ ഹാദിയ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. നിങ്ങളുടെ ഇത്തയോട്, നിങ്ങളെ ഭാര്യയോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് എത്തിച്ചു തരണം. അത് ഞാൻ അവളുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. അത് വീട്ടിലേക്കൊരു പക്ഷെ പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ആ തന്തയും തള്ള എവിടെ ഉണ്ടാവും, എന്നെ ചോദ്യം ചെയ്യും. അതിനെ ഉപരി ഞാൻ ഒരു പക്ഷേ അവളെ വഴിയിൽ വെച്ച് ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഓക്കെ, ധൈര്യമായി കൊണ്ടേക്കോ, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല. പെണ്ണുങ്ങളായാലും കുറച്ചൊക്കെ ആണുങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ. അളിയൻ്റെ ആ ഒരു വാക്കുകൾ അത് ശരിക്കും അവന് പ്രചോദനമേകി. അപ്പോൾ തന്നെ അളിയൻ പോയിട്ട് പറഞ്ഞു, എടി, നിൻ്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട്. ആണോ, സത്യമായിട്ടും? അതെ, അവൻ വിളിച്ചിരുന്നു.
അവളെ കൊണ്ടുപോകണത്രേ. ഹോ, അത് നന്നായി. നമ്മുടെ കഷ്ടപ്പാട് തീരണമെങ്കിലേ അതൊക്കെ നടക്കുള്ളൂ. ഇനി വീട്ടിലത് കയറി പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ പറയൊന്നില്ലേ. അതെ, സ്വന്തം അനിയത്തിയെ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് അവൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഉമ്മയോടും ഉപ്പയോടും പറയുന്നില്ല. അതെ ഇത്താത്ത, അങ്ങനെ ഉണ്ടാവോ ഒരു ഇത്താത്ത? ഒരിക്കൽ പോലും ഒരു ഇത്താത്താക്ക് അങ്ങനെ ആകാൻ കഴിയുമോ? അവർക്ക് പണമാണ്, അവരുടെ ജീവിതമാണ് വലുത്. അന്ന് ഉപ്പക്കും ഉമ്മക്കും സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ശരിക്കും ആ മാതാവും പിതാവും ഒരുപാട് വിഷമിച്ചിരുന്നു, ദുഃഖിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ കയ്യിലുള്ള ക്യാഷും കാര്യങ്ങളും എല്ലാം തീർന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു അവൾ. ഉമ്മ, ഉപ്പ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അന്ന് ആ ഉമ്മയും ഉപ്പയും അവർ സ്നേഹത്തോടെത്തി വീട്ടിലേക്ക് കയറ്റി. കാരണം എന്തൊക്കെ തന്നെയാലും മക്കളല്ലേ എന്ന് കരുതി. പക്ഷേ പിന്നീട് എത്രയൊക്കെ തന്നെ പണം കൊടുത്താലും ഒരിക്കൽ പോലും ആ ഒരു പണം അത് അവന് തികയുന്നുണ്ടായിരുന്നില്ല. അവൻ പല രീതിയിലും അത് ചെലവഴിച്ചു കഴിഞ്ഞു. ഒടുവിൽ ഉപ്പാക്കും തോന്നി ഇനി കൊടുത്താൽ ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ അവർക്ക് വീടൊക്കെ ജപ്തിയുടെ വക്കത്തെത്തി. അങ്ങനത്തെ ഒരു അവസ്ഥ. അന്ന് ഒരുപാട് പറഞ്ഞാണ്, മോളെ നീ അങ്ങനെ പോവല്ലേ. ഒരു നിലക്കും അവന് ഗതിയില്ലാത്തതായിരുന്നു, ഒരു ജോലിക്കും പോകാതെ അങ്ങനെ ഇവളെ ക്യാഷ് കൊണ്ട് കഴിഞ്ഞതായിരുന്നു. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും അവരൊരുമിച്ച് ഒരു ദിവസം ഒളിച്ചോടുകയായിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ ക്യാഷ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോഴും സ്വഭാവം ശരിയായിട്ടില്ല. ഇപ്പോൾ ഇതാ അനിയത്തിയെ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. എന്നാൽ അത് വിജയിക്കുമോ? അതോ ഹാദിയ അതിൽ നിന്ന് രക്ഷപ്പെടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.